സിറ്റിയെ ഒന്ന് കാണുമെന്ന് ഉള്ളിലേക്കൊന്ന് കയറാൻ പറ്റുമെന്ന് ചോദിച്ച് നോക്കാവേ എന്താ ഉണ്ടാണെന്നറിയാം. കഴിക്കാനുള്ള ചെള്ളക്കുഴിയൊക്കെയാണ് ഫ്രണ്ടിൽ, എന്നാലും നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ചേട്ടാ പാസ്സുണ്ടോ? കയറാവോ? ഇല്ല. ആ താങ്ക് യു. ടിക്കറ്റ് എടുത്തിട്ട് പോകാനാണ് പറഞ്ഞത്. അപ്പം ആ ടിക്കറ്റ് കൗണ്ടർ ഇത് സയൻസ് സിറ്റിയുടെ പവലീനൊക്കെ ഉണ്ടാക്കിയിട്ടേക്കണം. ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം എൻട്രൻസ് പ്ലാസ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് കാണാം. ടിക്കറ്റ് കൗണ്ടറാണ്, നമുക്ക് ചോദിച്ചു നോക്കാം ടിക്കറ്റ്. രണ്ട് പേരെ ഞങ്ങൾ കയറുന്നത്. അപ്പം 2 പേർക്ക് ഒരാൾക്ക് 30 രൂപ വെച്ചാണ്. വീഡിയോ എഡിറ്റ് ചെയ്യുന്നോ ഒന്നുമില്ല കേട്ടോ, അതുകൊണ്ട് സംഭാഷണവും മറ്റു കാര്യങ്ങളുമൊക്കെ എഡിറ്റ് ചെയ്യാതെ വരുന്നതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാവും. സാരമില്ല, നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. സയൻസ് സിറ്റിക്ക് ഉള്ളിലേക്ക് കിടക്കുകയാണ്. വിശാലമായ വഴിയാണ്. അങ്ങോട്ട് വണ്ടി പോകുമെന്ന് തോന്നണം അല്ലേ? ഏക്കാണേലും കാഴ്ചകൾ കണ്ടു പോകാം. ഇത് MC റോഡാണ്. MC റോഡിൻ്റെ സൈഡാണ്. അപ്പം വിശാലമായിട്ട് കിടക്കുവാണ്. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഒരു പോലീസുകാരനൊക്കെ നിൽപ്പുണ്ട്, ആരുമില്ല. നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന ഒരു പടുകൂറ്റൻ പണി തീരാത്ത എന്തോ ഒരു സംഭവമാണ് കേട്ടോ. നിറയെ മരങ്ങളുണ്ട്. ഇത് കോട്ടയം ജില്ലാ കൃഷിത്തോട്ടത്തിൻ്റെ 30 60 ഏക്കറാണോ സയൻസ് സിറ്റിക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തേക്കണാണ്. ഒരു അപാര നിർമ്മിതിയാണ് കേട്ടോ. അങ്ങനെ പ്രവേശന കവാടമൊക്കെ പിന്നിട്ട് നമ്മൾ അതിൻ്റെ മെയിൻ സ്ഥലത്തേക്ക് എത്താൻ പോവുകയാണ്. ഇതൊക്കെ വർഷങ്ങളായി കേട്ടോ. ഇതേക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോഴേ ആദ്യം നമ്മളെ കാത്തിരിക്കുന്നത് ശാസ്ത്ര കേന്ദ്രം. ഇതിലെ കൂടെയാണ് നമ്മൾ എൻട്രൻസ്. ഭക്ഷണശാല. അപ്പോൾ സയൻസ് സെൻറ്ററിനകത്തോടെ ഞാൻ കയറിയേക്കാം അല്ലേ. കമ്പനിയുമാണ് കേട്ടോ. അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, സാരയിലായിരിക്കും, ചോദിച്ചു നോക്കാം. നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ മച്ചൊക്കെ. മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാരുടെ രൂപങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന നടുമുറ്റം. പിന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ടിക്കറ്റ് കാട്ടിയിട്ട് നോക്കാം. അപ്പോൾ വീഡിയോ എടുക്കാം തൻ്റേതായിട്ട്. ഫൺ സയൻസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് ആദ്യം കയറുന്നത്. ഫൺ സയൻസ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളാണ്. കുട്ടികളായിട്ട് വന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ പൊക്കിയിട്ട് താഴോട്ട് ഇടുമ്പോൾ തല്ലി പൊട്ടിക്കൊന്നും അറിയത്തില്ല. അങ്ങനെ അവിടെ കളി തുടങ്ങിക്കഴിഞ്ഞു. ഇത് ഞാൻ കറക്കിയതാണ് കേട്ടോ. ഇത് കണ്ടോ, അന്തമില്ലാത്ത കിണറാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അന്തമില്ലെന്നാണ് അവർ പറയുന്നത്. അതിനുള്ളിലേക്കൊന്ന് നോക്കാം. അന്തമില്ലാത്ത കിണറിനുള്ളിലേക്ക് ഗ്ലാസ് ഇട്ടേക്കുക, അന്തമില്ലല്ലോ. അപ്പം ഇതിനകത്ത് ആരെങ്കിലും എടുത്തിയാടിയാൽ കുഴപ്പമില്ല. ഇതാണ് അന്തമില്ലാത്ത കിണർ. ഇത് സ്കാനിമേഷൻ, അതായത് നമ്മുടെ മനുഷ്യൻ എങ്ങനെ ഉണ്ടായെന്നുള്ളതിൻ്റെ നമുക്കറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ തൊടുന്നില്ല. ഇപ്പം സ്കാനിമേഷൻ. ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപങ്ങൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കൊന്ന് തെറ്റിദ്ധരിപ്പിച്ച് നോക്കാം. അപ്പം തെറ്റിദ്ധരിപ്പിക്കണമെങ്കിൽ നമ്മളിവിടെ ഞെക്കണായിരിക്കും.
ഇതിപ്പോൾ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് തെറ്റിദ്ധരിപ്പ്. നമുക്ക് എന്താ ആകൃതിയൊന്നും പറയാൻ പറ്റാത്ത അതുകൊണ്ട് കണ്ടോ ഇതാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപങ്ങൾ. ഇത് മാജിക് വാട്ടർ ടാപ്പ്. അതായത് ഈ പോകുന്ന വെള്ളം നമുക്ക് താഴോട്ട് പോകാമെന്നല്ലോ ഓർക്കുള്ള ടാപ്പ്. പക്ഷെ അത് താഴോട്ടല്ല, അത് മുകളിലോട്ടാണ് പോകുന്നത്. മുകളിലോട്ട് പോയിട്ട് ഇങ്ങനെ വരുന്ന വെള്ളം മാജിക് വാട്ടർ ടാപ്പ്. ഇത് തന്നെയാണ് ഡാരിയറ്റ് ചങ്ങല. അതായത് കറങ്ങിക്കൊണ്ടിരിക്കും. ഇതിന് അടിയിൽ നിന്നും കറങ്ങും, മുകളിൽ നിന്നും കറങ്ങും. എന്തൊക്കെയാണോ എന്തോ. ന്യൂട്ടൻ്റെ ചലന സിദ്ധാന്തം ഇതാണ്. ന്യൂട്ടൺ ക്രാഡിൽ കണ്ടോ. ഒന്നുകൂടെ വിട്ടേടാ, ഒന്നുകൂടെ കണ്ടോ. ഏറ്റവും ആദ്യത്തെ പിടിച്ച് അടിച്ച് കഴിയുമ്പോൾ ഏറ്റവും അവസാനത്താണ് മാറുന്നത്. ഒന്നുകൂടെ വിട്ടേ, കാണിച്ചു. ഓക്കെ. ശബ്ദത്തിൻ്റെ ദൃശ്യാവതരണം. അപ്പോൾ അതിതാണ് മ്യൂസിക്കൽ ട്യൂബുകൾ. ഒച്ചയുള്ളതുകൊണ്ട് നമുക്ക് കേൾക്കാമല്ലോ കേട്ടോ. 3D തിയേറ്ററുണ്ട്. നമ്മൾ അതിനകത്ത് ടിക്കറ്റ് എടുത്തില്ല, അറിയത്തില്ല. അപ്പോൾ അതിനകത്ത് കയറാൻ പറ്റത്തില്ല. ലിക്വിഡ് പെയിൻറ്റിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലിക്വിഡ് പെയിൻറ്റിങ്. അപ്പോൾ വൺ സിറ്റിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇനിയുണ്ട് കാഴ്ചകൾ. ബേ 2 എടുക്കുകയാണ്. അവിടെ എൻജിനീയറിംഗ് ടെക്നോളജി ഗാലറി, സമുദ്ര ജീവശാസ്ത്രം, കിഡ്സ് പ്ലേ കോർണർ. സോറി കേട്ടോ, എൻജിനീയറിംഗ് അല്ല, എമർജിംഗ് ടെക്നോളജി, പുതു സാങ്കേതിക വിദ്യകൾ. അങ്ങനെ ഇത് പിള്ളേരെ കളിക്കുന്ന സ്ഥലം. ഇനി കാണാൻ പോണം ബയോ ഫോർമാറ്റിക്സ്. അവിടെ പയ്യനാണ് നിൽക്കുന്നത്. ചലിച്ചേടാ. അവൻ ചലിക്കുന്നുണ്ട്. അവൻ ചലിക്കുന്നതനുസരിച്ച് അവൻ്റെ ആന്തരിക പ്രവർത്തനങ്ങൾ. ഈ മുണ്ടെടുത്ത് വീഡിയോ പിടിച്ചിരിക്കുന്ന, ഇടതുവശത്ത് മുണ്ടെടുത്ത് വീഡിയോ പിടിച്ചിരിക്കുന്ന ഞാനാണ്. നമ്മളെ സ്കാൻ ചെയ്ത് വിടുന്ന സംഭവമാണ്. കുഴപ്പമില്ല അല്ലേ. അപ്പം ഒരു ദിവസം ഒന്ന് വന്ന് കാണും കേട്ടോ എല്ലാ കാര്യങ്ങളും. നമുക്ക് ഈ എൻജിനീയറിംഗ് ടെക്നോളജി അത്ര വശമില്ലാത്തത് കൊണ്ടും ഇതൊന്നും നമ്മുടെ തലയിൽ കയറിയല്ലാത്തത് കൊണ്ടും എനിക്ക് കുറച്ച് കഴിയുമ്പോൾ വണ്ടിയോട്ടം ഉള്ളത് കൊണ്ടും ഞാൻ അധിക സമയം ഇതിനകത്ത് ചിലവഴിക്കുന്നില്ല. ഒത്തിരി കാഴ്ചകളുണ്ട് ഇതിനകത്ത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സയൻസ് സിറ്റിയുടെ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അത്ര ആകർഷണീയതൊന്നും തോന്നിയില്ല. കാരണം അതിൻ്റെ ഫ്രണ്ടേജ് ഒന്നും അത്ര ഭംഗിയായിട്ടല്ല ഇവരിട്ടിരിക്കുന്നത്. പക്ഷേ ഇതിനുള്ളിൽ ഓരോ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്ത് വൃത്തിക്കും മെനയ്ക്കും ഒക്കെ വച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ പോവുകയാണ് സൈഡിൽ കൂടെ. എന്നിട്ട് നമ്മൾ ഈ സമുദ്രജീവി എന്ന് പറയുന്നത് കണ്ടേക്കാം. പുതു കാഴ്ചകളാണ് ഇവിടെ. ഒരു ചേട്ടനും ചേച്ചിയും അവരുടെ നിൽക്കുമ്പോൾ അവരുടെ ഫോട്ടോ വരുന്നുണ്ട്. അവരിപ്പുറത്ത് നിൽപ്പുണ്ട്. അങ്ങനെ വീഡിയോ എടുക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിൽക്കുമ്പോൾ എടുക്കുന്നത്. ഇതിന് താഴെ ഒരു സെൻസറുണ്ട്. നമുക്ക് ആ കൂടത്ത് നിൽക്കാം. എനിക്ക് വീഡിയോയ്ക്കകത്ത് വരാൻ അത്ര താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഇതിന് മുന്നേ നമുക്ക് കിട്ടും കാര്യങ്ങൾ. ഞാൻ വന്നിട്ടുണ്ട്. ഇവനാണ് നമ്മുടെ പരിപാടിക്കാർ. അതിൻ്റെ എല്ലാ ഒറിജിനൽ പരിപാടി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കറങ്ങി വരുമ്പോൾ നമ്മൾ കുട്ടികളുടെ കളിക്ക് സ്ഥലത്തേക്കാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഇങ്ങോട്ടുനിന്ന് മറൈൻ മറൈൻ സമുദ്ര ജീവികളെക്കുറിച്ചുള്ള പഠനമാണ് ഇവിടെ. ഇതൊക്കെ വളരെ വിശദമായിട്ട് നല്ല വീഡിയോ എടുത്ത് കാണണം, എന്നാലേ അത് ശരിയാവുള്ളൂ. നമ്മുടെ ഈ ചെറിയ മൊബൈലുമായിട്ട് നമ്മൾ ഇതെടുത്ത് നിങ്ങളെ വെറുപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ കാഴ്ചകളുണ്ട്. നമ്മുടെ മീൻകുട്ടന്മാരാണ് കേട്ടോ, ജീവനുള്ളവരൊന്നുമല്ല കേട്ടോ. അതിൻ്റെ സമുദ്രത്തിൻ്റെ അടി നമുക്ക് എങ്ങനെയായിരിക്കുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. അവിടുന്ന് വീണ്ടും നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ കടലിനടിയിലോട്ട് കയറുവാണ്. ഇപ്പോൾ കടലിനടി എങ്ങനെയാണ് ഇരിക്കുന്നത്, അത്
നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെയാണ് കടലിനടിയിരിക്കും. നമ്മളിപ്പം സമുദ്രത്തിനുള്ളിൽ ചെന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഇപ്പോൾ കിട്ടാൻ പോകുന്നത്. സമുദ്രത്തിനുള്ളിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതിന് മുകളിൽ മീൻ, താഴെ ചെറിയ കുറ്റിച്ചെടികൾ, ഞണ്ട്, പവിഴപ്പുറ്റുകൾ, നീരാളി, കള്ളിമുൾ ചെടികൾ, പവിഴങ്ങൾ, അങ്ങനെ ആമ, കടലാമ, അങ്ങനെ ശരിക്കും ഒരു സമുദ്രത്തിൽ കയറിയ ഒരു രീതിയാണ്. കണ്ടോ? അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സമയം കുറച്ചെടുത്തു എന്നെനിക്കറിയാം. എങ്കിലും കാഴ്ചയ്ക്ക് അത്ര ഭംഗിയുണ്ടോ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജോറട്ടൻസ് വ്ളോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നീട്ടമുള്ള വീഡിയോകളൊന്നും ഇടുന്നതല്ല, ചെറിയ ഷോർട്ട് വീഡിയോകളും ഞാൻ പോകുന്ന സ്ഥലത്തെ കാഴ്ചകളും ചെറിയ ഭക്ഷണങ്ങളൊക്കെ ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പം കോട്ടയം ജില്ലയിലുള്ള കുറവലങ്ങാട് കോടായിലുള്ള സയൻസ് സിറ്റിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്തത്. വന്ന് കാണാൻ മാത്രം, കുട്ടികളെയൊക്കെ ആയിട്ട് വന്ന് കാണാൻ മാത്രം ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. നമുക്ക് സമയക്കുറവും വീഡിയോ എടുക്കാനുള്ള പരിചയക്കുറവും ഒക്കെ കൊണ്ട് നമ്മൾ ആ സാഹസത്തിന് മുതിരുന്നില്ല. അപ്പം എല്ലാവർക്കും സന്തോഷപൂർവമായ ഒരു ദിനം നേർന്നുകൊണ്ട് ജോറട്ടൻസ് വ്ളോഗ്.